ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്റ്റാൻഡേർഡ് 1 ഇംഗ്ലീഷിലെ യൂണിറ്റ് 2 ബാക്ക് ടു ഗ്രീൻ ആണ്. അതിൻ്റെ ആക്ടിവിറ്റി ബുക്കിലെ ആക്ടിവിറ്റീസ് ആണ് ഇത് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നമ്മൾ ബാക്ക് ടു ഗ്രീനിൻ്റെ വീഡിയോ ക്ലാസ് ചെയ്തിട്ടുണ്ട്. അതായത് ടെക്സ്റ്റ് ബുക്കിലെ ഫുൾ എക്സ്പ്ലനേഷൻ, മലയാളത്തിലുള്ള ഫുൾ എക്സ്പ്ലനേഷൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അത് കണ്ടതിന് ശേഷം മാത്രമേ ഇതിൻ്റെ ആക്ടിവിറ്റി ബുക്കിൽ ആക്ടിവിറ്റീസ് ചെയ്യാവൂ. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കാണുമല്ലോ. കാണാത്തവർക്കായിട്ട് മുകളിൽ ഐ ബട്ടണായിട്ട് അതിൻ്റെ ക്ലാസ് കൊടുത്തേക്കാം, കാണാവുന്നതാണ്. എങ്കിൽ നമുക്ക് ആക്ടിവിറ്റിയിലോട്ട് പോയാലോ. ആക്ടിവിറ്റി 1, ഹാവ് യു മേഡ് ദ ബേർഡ് പേസ്റ്റ് ഇറ്റ് ബിലോ. നിങ്ങളൊരു ബേർഡിനെ ഉണ്ടാക്കി ഇവിടെ പേസ്റ്റ് ചെയ്യണം. നിങ്ങൾ ബേർഡിനെ ഉണ്ടാക്കിയോ? പേസ്റ്റ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എന്നിട്ട് അതിൻ്റെ താഴെയായിട്ട് നോക്കിയേ, ദിസ് ഈസ് എ പാരറ്റ്. ഇതൊരു തത്തയാണെന്ന് എഴുതിയിട്ടുണ്ടല്ലേ. അപ്പോൾ അവിടെ ഒട്ടിക്കേണ്ടത് ആരാണ്? അവിടെ പേസ്റ്റ് ചെയ്യേണ്ടത് തത്തയാണ്. അപ്പോൾ തത്തയെ ഒട്ടിച്ചിട്ട് എഴുതണം എ ഡാഷ് പാരറ്റ്. തത്തയുടെ കളർ എന്താ? വാട്ട് ഈസ് ദ കളർ ഓഫ് ദ പാരറ്റ്? എ ഗ്രീൻ പാരറ്റ്. അവിടെ എന്തെഴുതണം? എ ഗ്രീൻ പാരറ്റ് എന്ന് എഴുതണം. എഴുതാമല്ലോ. അപ്പം നിങ്ങൾ ഒരു തത്തയെ ഉണ്ടാക്കി എന്നിട്ട് അതിന് കളറ് കൊടുത്ത് ഇവിടെ ഒട്ടിക്കേണ്ടതാണ്. ആക്ടിവിറ്റി 2, ഹൂ ആർ പോളീസ് ഫ്രണ്ട്സ്. ആരൊക്കെയാണ് പോളിയുടെ ഫ്രണ്ട്സ്? ആരാ പോളി? നമ്മുടെ തത്തമ്മയാണ് പോളി അല്ലേ. ഫ്രണ്ട്സ് ആരൊക്കെയാ? താഴെ നോക്കിയേ, ചിത്രത്തിൽ നോക്കിയേ. ഡക്ക്, റാബിറ്റ്, എലിഫൻറ്റ്. ഡക്കാരാ? താറാവ്. റാബിറ്റ് മുയൽ, ആനയാണ് എലിഫൻറ്റ് അല്ലേ. അവരെല്ലാം ഇവിടെ ഉണ്ട്. അവരെ എന്ത് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്? അവരുടെയൊക്കെ ചിത്രത്തിൽ ഡോട്ടഡ് ലൈനായിട്ട് കാണിച്ചിരിക്കുന്നില്ലേ, അതിനെ നമ്മൾ വരച്ച് ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് വരച്ച് ചേർക്കാമല്ലോ. വരച്ച് ചേർക്കണം. എന്ത് ചെയ്യണം? ആ ഡോട്ടഡ് ലൈന് യോജിപ്പിച്ച് വരയ്ക്കണം. ടീച്ചർ എലിഫൻ്റെത് വരച്ചിട്ടുണ്ട്. ബാക്കിയുള്ളവരുടെ നിങ്ങൾ തന്നെ വരച്ചതിന് ശേഷം എന്ത് ചെയ്യണം? കളർ ദ പിക്ചേഴ്സ്. കളർ ചെയ്യണം. ആ പിക്ചറെല്ലാം കളർ ചെയ്യണം. നല്ല കളറുകൾ കൊടുത്ത് കളർഫുൾ ആക്കുമല്ലോ. എല്ലാവർക്കും കളർ കൊടുക്കണം. ഓക്കെ. എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് കളർ കൊടുത്തതിന് ശേഷം എല്ലാത്തിൻ്റെയും പേരുകൾ എഴുതാനും പഠിക്കണം. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി, പോളീസ് ഫ്രണ്ട്സ് ആർ. പോളിയുടെ ഫ്രണ്ട്സ് ആരൊക്കെയാണ്? നമ്മളിപ്പോൾ കണ്ടതേ ഉള്ളൂ. എലിഫൻ്റ് ഉണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ ഡക്കും ഉണ്ട് അല്ലേ. അവരാണ് പോളിയുടെ ഫ്രണ്ട്സ്. അതവിടെ എഴുതണം. എലിഫൻ്റ്, റാബിറ്റ്, ഡക്ക്. ഓക്കെ. ആക്ടിവിറ്റി 3, ലെറ്റസ് സിങ് ടുഗദർ. എന്താണ്? നമുക്ക് ഒരുമിച്ച് പാടാന്നാ പറഞ്ഞിരിക്കുന്നത്. ആരാ അവിടെ ചിത്രത്തിൽ? എലിഫൻ്റെ മുകളിലായിട്ട് പാരറ്റ് ഉണ്ട്, ഡക്ക് ഉണ്ട്, റാബിറ്റ് ഉണ്ട് അല്ലേ. പാടിയേ. എലിഫന്റ്, റാബിറ്റ്, പാരറ്റ് ആൻഡ് ഡക്ക്, ദേ ആർ ഫ്രണ്ട്സ് ഇൻ ദ ജംഗിൾ അല്ലേ. ആരൊക്കെയാ? എലിഫന്റ്, റാബിറ്റ്, പാരറ്റ്, ഡക്ക്. അവരെന്താ? ഫ്രണ്ട്സാണ്, കൂട്ടുകാരാണ്. എവിടത്തെയാ? ജംഗിളിലെ, കാട്ടിലെ ഫ്രണ്ട്സ് ആണല്ലേ. നോക്കിയേ താഴെ, അവർ കളിക്കുവാണ് വെള്ളത്തിൽ. ദേ പ്ലേ ആൻഡ് പ്ലേ ഓൾ ഡേ. എന്താ? അവർ എപ്പോഴും കളിക്കുകയാണ്. എല്ലാ ദിവസവും ഇങ്ങനെ ഒരുമിച്ച് ചേർന്ന് കളിക്കുവാണ്. വെള്ളത്തിൽ കളിക്കുന്ന ചിത്രം കണ്ടോ? നല്ല ഭംഗിയുള്ള ചിത്രം അല്ലേ. ആരൊക്കെയാ? നമ്മുടെ എലിഫൻ്റ് ഉണ്ട്, ഡക്കുണ്ട്, റാബിറ്റ് ഉണ്ട്, പിന്നെ നമ്മുടെ പോളി പാരറ്റും ഉണ്ട്. എങ്കിൽ നോക്കിയാലോ അടുത്തത്. ദേ സിങ് ഓൺ എ സിങ് ഓൾ ഡേ. അവിടെ എന്താ ചെയ്യുന്നത് അവര്? ഊഞ്ഞാലിലാടുക. ആരൊക്കെയാ ആടുന്നത്? നമ്മുടെ എലിഫൻറ്റും റാബിറ്റും ഡക്കും നമ്മുടെ പോളിയും ചേർന്ന് സിങ് ചെയ്യല്ലേ. ഊഞ്ഞാലിലാടുകയാണ്. ഓക്കെ. പോളീസ് ഫ്രണ്ട്സ് ആർ പ്ലേയിങ് ഇൻ ദ റെയിൻ. റെയിൻ ഡ്രോപ്സ് ഇൻ ദ പിക്ചറിൽ എന്ത് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്? റെയിൻ ഡ്രോപ്സ് വരയ്ക്കാൻ. പോളിയുടെ ഫ്രണ്ട്സ് മഴയത്ത് കളിക്കുകയാണ്. അതുകൊണ്ട് റെയിൻ ഡ്രോപ്സ് നിങ്ങളിങ്ങനെ വരയ്ക്കുമല്ലോ. എന്നിട്ട് എന്തായിരിക്കും എലിഫൻ്റ് പറയുന്നത്? ഹായ്, ഇറ്റ്സ് റെയിനിങ്. മഴ പെയ്യുകയാണ് എന്ന് പറയുകയാണ്. ആര്? എലിഫൻ്റ്. നോക്കിയേ താഴെ. വെർ ഈസ് പോളി. എവിടെയാ പോളി? പോളി എവിടെ പോയി? പോളിയെ കാണാനില്ലല്ലോ. വെർ ഹാസ് ഷീ ഗോൺ. എവിടേക്കായിരിക്കും അവൾ പോയിരിക്കുക? എവിടേക്കായിരിക്കും മക്കളെ പോയിരിക്കുക? നമ്മുടെ ചാപ്റ്റർ പഠിച്ചപ്പോൾ, ബാക്ക് ടു ഗ്രീൻ പഠിച്ചതാണ്. പോളി എവിടെയാ? കുഞ്ഞുങ്ങൾക്ക് വേണ്ടി മുട്ടയും വെച്ചുകൊണ്ടിരിക്കുകയാണല്ലേ. നോക്കിയേ, പോളി എവിടെയാ ഇരിക്കുന്നത്? പൊത്തിലുണ്ടല്ലേ. ആക്ടിവിറ്റി 5, വാട്ട് ഡു ദേ ടോക്ക്. എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? പോളി പൊത്തിലിരുന്ന് മക്കളെ വരുന്നതും കാത്തിരിക്കുകയാണല്ലേ. മക്കൾ എപ്പോൾ പുറത്തു വരുമെന്നും പറഞ്ഞിരിക്കുവാണ്.
വാട്ട് ആർ യു ഡൂയിങ്? റാബിറ്റ് ചോദിക്കുവാണേ പോളിയുടെ വാട്ട് ആർ യു ഡൂയിങ്, എന്താ പോളി ചെയ്യുന്നത്? അപ്പോൾ പോളി എന്താ പറയുന്നത്? ഐ ആം വെയിറ്റിംഗ് ഫോർ മൈ ചിക്സ്, എൻ്റെ കുട്ടികൾക്ക് വേണ്ടി ഞാൻ കാത്തിരിക്കുകയാണ്. ആക്ടിവിറ്റി 6 നോക്കിയേ. ഷാൾ വി ഫിൽ ദ ബാസ്ക്കറ്റ് വിത്ത് ഫ്രൂട്ട്സ്, യൂസ് ദ സ്റ്റിക്കേഴ്സ് ഗിവൺ ഇൻ ദ ബുക്ക്. എന്താ പറഞ്ഞിരിക്കുന്നത്? ആ ബാസ്ക്കറ്റിൽ ഫ്രൂട്ട്സുകൾ കൊണ്ട് നിറയ്ക്കാനാ പറഞ്ഞിരിക്കുന്നത്, ഫില്ല് ചെയ്യാനാ പറഞ്ഞിരിക്കുന്നത്. യൂസ് ദ സ്റ്റിക്കേഴ്സ് ഗിവൺ ഇൻ ദ ബുക്ക്. ബുക്കിൻ്റെ ബാക്കിലായിട്ട് ഇതിൻ്റെ സ്റ്റിക്കറുകൾ കൊടുത്തിട്ടുണ്ട്. ഏതിൻ്റെ? ആപ്പിൾ, മാംഗോ, ഗ്രേപ്സ്, ഓറഞ്ച്, ബനാന ഇവയുടെ സ്റ്റിക്കറുകൾ ബുക്കിൻ്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങളെല്ലാവരും അത് വെട്ടി ഇവിടെ പേസ്റ്റ് ചെയ്ത് വെക്കേണ്ടതാണ് ആ കൊട്ടയിൽ. ഓക്കെ. ആക്ടിവിറ്റി 7 ലെറ്റ് us ആഡ് ലൈൻസ് ടു ദ സോങ്. സോങ്ങിൽ ആ ലൈനുകൾ ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ആഡ് ചെയ്താലോ? ഒന്ന് വായിച്ചാലോ? ആർ പോളി ഡിയർ പോളി സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്, ആർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ആപ്പിൾ. അല്ലേ? എന്താ പറയുന്നത്? ആ പ്രിയപ്പെട്ട പോളി, നമ്മുടെ പോളി, പ്രിയപ്പെട്ട പോളി എവിടെ? ആ മുട്ടയുടെ അടുത്ത് ഇരിക്കുകയാണ്. സിറ്റിംഗ് ഓൺ ഹെർ എഗ്സ്. അവർ പോളി ഡിയർ പോളി, ആ പ്രിയപ്പെട്ട പോളി ഈ ആപ്പിൾ തിന്നു. ഈറ്റ് ദിസ് ആപ്പിൾ, ആ ഈ ആപ്പിൾ തിന്നു. അപ്പോൾ അടുത്തെന്ത് പറയും? ആർ പോളി ഡിയർ പോളി ഈറ്റ് ദിസ് ഗ്രേപ്സ്. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം. ടീച്ചർ ഇവിടെ ഈറ്റ് ദിസ് ഗ്രേപ്സ് എന്നാണ് എഴുതിയിരിക്കുന്നത്. ഈ മുന്തിരി കഴിക്കൂ എന്നാണ് എഴുതിയിരിക്കുന്നത്. ഓക്കെ. ആക്ടിവിറ്റി 8 വാട്ട് ഡസ് പോളി സേ? എന്തായിരിക്കും പോളി പറഞ്ഞിട്ടുണ്ടാവുക? നോക്കിയേ, പോളി അവിടെ ഉണ്ട്. ആ പോളിയുടെ 3 മുട്ടകളും പൊട്ടി ചിക്സ് പുറത്ത് വന്നിട്ടുണ്ട്. ചിക്സ് പറയുവാണേ ഹായ് മോം, ആ ഹായ് അമ്മേ എന്ന് പറയുവാണ്. അപ്പോൾ പോളി എന്ത് പറഞ്ഞു കാണും? ഹായ് ചിക്സ്. ആ ഹായ് ചിക്സ് എന്ന് പറഞ്ഞു കാണും അല്ലേ? അവിടെ ചിക്സ് എന്ന് എഴുതണം. ആക്ടിവിറ്റി 9 വാട്ട് ഡു ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്? ഡ്രോ ദ പിക്ചർ ഓഫ് ദ ഫുഡ് ദേ ഈറ്റ് ഇൻ ദ ബൗൾ. എന്താണ് ആ ലിറ്റിൽ പാരറ്റ്സ് തിന്നുന്നത്, കഴിക്കുന്നത്? അവർ കഴിക്കുന്ന ഫുഡുകൾ ആ ബൗളിൽ വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഡ്രോ എന്ന് പറഞ്ഞാൽ വരയ്ക്കുക. നിങ്ങൾ വരച്ച് ചേർക്കുമല്ലോ മക്കളെ. ആ എന്തൊക്കെ വരയ്ക്കാം? ഫ്രൂട്ട്സും നട്ട്സും ഒക്കെ വരയ്ക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പടങ്ങൾ വരച്ച് ചേർക്കുക. ഓക്കെ. ആ 3 പാരറ്റ്സും കഴിക്കുന്ന, ലിറ്റിൽ പാരറ്റ്സ് കഴിക്കുന്ന പഴങ്ങളും നട്ട്സുകളും ഒക്കെ വരച്ച് ചേർക്കുക. അടുത്ത് നോക്കിയേ, പോളി ഹാസ് ഡാഷ് ലിറ്റിൽ പാരറ്റ്സ്. എത്ര? 3 ലിറ്റിൽ പാരറ്റ്സ്. ദ ലിറ്റിൽ പാരറ്റ്സ് ഈറ്റ്. എന്തൊക്കെ കഴിക്കുക അവർ? ഫ്രൂട്ട്സ്, നട്ട്സ്. അവിടെ ഫ്രൂട്ട്സ് നട്ട്സ് എന്ന് എഴുതാം. ആക്ടിവിറ്റി 10 ജിൽ ഡിൽ ആൻഡ് റിൽ. ആരൊക്കെയാ മക്കളെ അവിടെ നിൽക്കുന്നത്? ആ ജില്ല്, ഡില്ല്, പിന്നെ റില്ല്. ജില്ല് പറയുക ഐ ആം ജിൽ, ഞാൻ ജില്ലാണ്. ഐ ഹാവ് എ ലോങ് അല്ല, ബിഗ് ബീക്ക്. ആ വലിയ ചുണ്ടുകളാണ് എനിക്കല്ലേ? ഐ ഹാവ് എ ബിഗ് ബീക്ക്. ജില്ലിന് വലിയ കൊക്കുകളാണ് അല്ലെങ്കിൽ ചുണ്ടുകളാണ്. അപ്പം അടുത്ത ആളാരാ? ഐ ആം ഡിൽ, ഞാൻ ഡില്ലാണ്. ഐ ഹാവ് ലോങ് ലെഗ്സ്. ആ വലിയ നീളമുള്ള കാലുകളാണല്ലേ? നോക്കിയേ, നീളമുള്ള കാലുകളല്ലേ? ആ ലോങ് ലെഗ്സ്. അടുത്തത് നോക്കിയേ, ഐ ആം റിൽ. ആ ഞാൻ ആരാണ്? റില്ലാണ്. അപ്പം അവിടെ എന്തെഴുതണം? ഡാഷ് എ റെഡ് റിങ്. ഐ ഹാവ് എ റെഡ് റിങ് എന്ന് എഴുതണം. ഓക്കെ. എനിക്ക് കഴുത്തിൽ ചുവന്ന നിറത്തിലുള്ള വളയമുണ്ട് എന്ന് എഴുതണം. ഓക്കെ. ആക്ടിവിറ്റി 11 ലെറ്റ് us സിങ് ആൻഡ് ആഡ് ലൈൻസ് ടു ദ റൈം. എന്ത് ചെയ്യണം? പാടിയിട്ട് അതിൽ ലൈൻസ് ആഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. 1 2 3 ജിൽ ഡിൽ റിൽ ഫ്ലൈ ആൻഡ് ഫ്ലൈ അപ്പ് ഇൻ ദ സ്കൈ. എന്താ പറഞ്ഞിരിക്കുന്നത്? 1 2 3 ജില്ലും ഡില്ലും റില്ലും എന്ത് ചെയ്യുക? അവർ ഫ്ലൈ പറക്കുകയാണ്. എവിടെ? സ്കൈയിൽ, ആകാശത്തിൽ ഇങ്ങനെ പറക്കുകയാണ്. അടുത്തത് നോക്കിയേ, 1 2 3 ജിൽ ഡിൽ റിൽ പ്ലേ ആൻഡ് പ്ലേ അപ്പ് ഇൻ ദ സ്കൈ. അവിടെ എന്തെഴുതി കൊടുക്കാം? പ്ലേ ആൻഡ് പ്ലേ എന്ന് എഴുതി കൊടുക്കാം. അവർ കളിക്കുകയാണല്ലേ? അങ്ങനെ എഴുതി കൊടുക്കാം. ഓക്കെ. അടുത്ത ആക്ടിവിറ്റി 12 നോക്കിയേ, വാട്ട് ഈസ് പോളി ആസ്കിങ്? എന്താണ് പോളി ചോദിക്കുന്നത്? എന്താ ചോദിക്കുന്നത്? ബാക്കി 2 മക്കളും ഉണ്ട്. ആരൊക്കെയാ? ജില്ലും ഉണ്ട്, ഡില്ലും ഉണ്ട്. പക്ഷെ ആരെ കാണാനില്ല? റില്ലിനെ കാണാനില്ല. അപ്പം എന്ത് ചോദിക്കും? വെർ ഈസ് റിൽ? വെർ ഈസ് റിൽ? അപ്പോൾ ബാക്കി മക്കൾ എന്ത് പറയും? അതായത് ജില്ലും ഡില്ലും എന്ത് പറയും? റിൽ ഫ്ലൂ എവേ മോം. റില്ല് അകലേക്ക് പറന്നു പോയല്ലേ അമ്മ, അമ്മ എന്ന് പറയും അല്ലേ? അങ്ങനെ പറഞ്ഞു. അപ്പം അതവിടെ എഴുതാമല്ലോ. വെർ ഈസ് റിൽ എന്ന് എഴുതുക. ആക്ടിവിറ്റി 13
ക്യാൻ യു കംപ്ലീറ്റ് ദ കൺവെർസേഷൻ? സംഭാഷണം പൂർത്തിയാക്കാമോ എന്നാണ് ചോദിക്കുന്നത്. ഐ വാസ് ഗ്രീൻ. ഞാൻ ഗ്രീൻ ആയിരുന്നു, പക്ഷേ റെഡ് പെയിൻറ്റിൻ്റെ ടിന്നിൽ വീണപ്പോൾ ഞാൻ എന്തായി? ഐ ആം റെഡ് നൗ. റെഡ് എന്ന് അവിടെ എഴുതണം. ഐ ആം റെഡ് നൗ. ഞാനിപ്പോൾ ചുവപ്പ് കളറായി. ഓക്കെ. ആക്ടിവിറ്റി 14. വാട്ട് ഡു ദേ സേ? എന്തായിരിക്കും അവർ പറഞ്ഞിട്ടുണ്ടാവുക? ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? ആരാ ചോദിക്കുന്നത്? നമ്മുടെ പോളി ചോദിക്കുക മക്കളോട്. ഈസ് ദാറ്റ് യുവർ ഫ്രണ്ട്? ഇത് നിങ്ങളുടെ കൂട്ടുകാരനാണോ എന്നാണ് ചോദിക്കുന്നത്. ആരോടാ? ഡില്ലിനോടും ജില്ലിനോടും. അപ്പോൾ അവരെന്ത് പറഞ്ഞു കാണും? ഇല്ല, ഇതെൻ്റെ കൂട്ടുകാരൻ അല്ല എന്ന് പറയുമല്ലേ. കാരണം എന്താ? റില്ല് ചുവപ്പായല്ലേ. അപ്പോൾ അവർക്ക് അറിയാൻ വയ്യ, അത് സഹോദരനാണെന്ന് അറിയാൻ വയ്യ. നോ, ഹീ ഈസ് നോട്ട് മൈ ഫ്രണ്ട്. ഐ ഡോണ്ട് നോ ഹിം. അല്ലേ, എനിക്ക് അറിയില്ല അവനെ, ഇതെൻ്റെ കൂട്ടുകാരനല്ല, എനിക്ക് അറിയില്ല എന്ന് അവർ രണ്ടുപേരും പറയുകയാണ്. ഓക്കെ. ഐ ഡോണ്ട് നോ ഹിം എന്ന് എഴുതണം. ഓക്കെ. ആക്ടിവിറ്റി 15. വാട്ട് ഡസ് റിൽ സേ? എന്തായിരിക്കും റില്ല് പറഞ്ഞിട്ടുണ്ടാവുക? ഐ വാസ് റെഡ്. ഞാൻ റെഡായിരുന്നു. എങ്ങനെ? റെഡ് പെയിൻറ്റ് ടിന്നിൽ വീണപ്പോൾ ഞാൻ റെഡായിരുന്നു. നൗ ഐ ആം. ഇപ്പോൾ എനിക്ക് എന്ത് സംഭവിച്ചു? ഇപ്പം എൻ്റെ കളർ എന്തായി? ഗ്രീൻ കളറായല്ലേ. എങ്ങനെയാ? മഴ പെയ്തപ്പോൾ ഗ്രീൻ കളറായിട്ട് മാറി. ഓക്കെ, എഴുതാമല്ലോ. ഐ വാസ് റെഡ്, നൗ ഐ ആം ഗ്രീൻ എന്ന് എഴുതണം. അങ്ങനെ എഴുതാമല്ലോ. റെഡ് പെയിൻറ്റ് ടിന്നിൽ നിന്ന് പുറത്തു വന്ന് മഴ പെയ്തപ്പോൾ ഗ്രീൻ കളറായിട്ട് മാറി. ആക്ടിവിറ്റി 16. ഹെൽപ്പ് ദ ഹണി ബീ റീച്ച് ദ ബീ ഹീവ്. തേനീച്ചയെ, ഹണി ബീയെ എന്തിന് സഹായിക്കണം? അതിൻ്റെ തേനീച്ചക്കൂടിലേക്ക് എത്താൻ സഹായിക്കാമോ? സഹായിക്കാമല്ലോ. ഇങ്ങനെ വരച്ച് ചേർക്കണം. ഹൗ മെനി ക്യാരക്ടേഴ്സ് ഡിഡ് ദ ഹണി ബീ സീ ഓൺ ദ വേ? ആരെയൊക്കെ ഹണി ബീ കണ്ടു കാണും പോകുന്ന വഴിയിൽ? അവരുടെയൊക്കെ പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. റൈറ്റ് ദെയർ നെയിംസ് ബിലോ. അവരുടെയൊക്കെ പേരവിടെ എഴുതി ചേർക്കണം. ആരെയൊക്കെ കണ്ടുപോകുന്ന വഴിയിൽ? ഹണി ബീ പോയി പോളിയെ കണ്ടു ആദ്യം, പിന്നെ റില്ലിനെ കണ്ടു, പിന്നെ ഡില്ലിനെ കണ്ടു, പിന്നെയോ ജില്ലിനെ കണ്ടിട്ട് എലിഫന്റിനെ കണ്ടു, അത് കഴിഞ്ഞ് ഡക്കിനെ കണ്ടു, അത് കഴിഞ്ഞ് റാബിറ്റിനെ കണ്ടിട്ടാണ് ബീ ഹീവിൽ എത്തിച്ചേർന്നത്. ഓക്കെ. അങ്ങനെ അതുകൊണ്ട് അവരുടെ എല്ലാം പേരുകൾ അവിടെ എഴുതണം. ആരുടെയൊക്കെ പേരെഴുതാം നമുക്ക്? ആരുടെയൊക്കെ പേരെഴുതാം? പോളി, റിൽ, ഡിൽ, ജിൽ, എലിഫന്റ്, ഡക്ക്, റാബിറ്റ്. ഓക്കെ. അപ്പോൾ ഈ പേരുകളെല്ലാം നിങ്ങൾ എഴുതി ചേർക്കുമല്ലോ. ആരുടെയൊക്കെ പേരുകൾ? കണ്ട എല്ലാവരുടെയും പേരുകൾ എഴുതി ചേർക്കണം. അടുത്ത ആക്ടിവിറ്റിയിലോട്ട് പോയാലോ. ആക്ടിവിറ്റി 17. ഡിഡ് യു ലൈക്ക് ദ സ്റ്റോറി ഓഫ് റിൽ? റില്ലിൻ്റെ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? സം ഈവൻസ് ഫ്രം ദ സ്റ്റോറി ആർ ഗിവൺ ബിലോ. സ്റ്റോറിയിലുള്ള ചില ഭാഗങ്ങൾ, ചില ഈവൻസുകൾ ഇവിടെ തന്നിട്ടുണ്ട്. ആ സംഭവങ്ങളെ എന്ത് ചെയ്യണം? കണക്ട് ദ ഈവൻസ് യൂസിങ് ആരോ മാർക്ക്. ആരോ മാർക്ക് വെച്ച് ആ ഈവൻസുകളെ കണക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒരെണ്ണം ആരോ മാർക്ക് അവിടെ കൊടുത്തിട്ടുണ്ട്. ഏതാ? റിൽ ഫ്ലൂ എവേ. റില്ല് പറന്ന് അകലേക്ക് പോയി. എന്നിട്ട് എന്ത് പറ്റി? പെയിൻറ്റിൻ്റെ ടിന്നിൽ ചെന്ന് വീണല്ലേ. റിൽ ഫെൽ ഇൻറ്റു എ ടിൻ. അതിലോട്ട് ആരോ മാർക്ക് കാണിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് എങ്ങനെ വരയ്ക്കാം? റിൽ ഈസ് റെഡ്. റെഡ് കളറിലായിരുന്ന റിൽ ഇപ്പോൾ ഏത് കളറിലായി? പച്ച കളറിലായി. എങ്ങനെ? മഴ പെയ്തപ്പോൾ. അപ്പോൾ അതിലോട്ടൊരു ആരോ മാർക്ക് വരച്ച് ചേർക്കാമല്ലോ, അല്ലേ? അങ്ങനെ ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്ങിലോട്ട് വരച്ച് ചേർക്കണം. എവിടെ നിന്ന്? റിലീസ് റെഡിൽ നിന്ന് ഇറ്റ് സ്റ്റാർട്ടഡ് റെയിനിങ്ങിലോട്ട് ഒരു ആരോ വരച്ച് ചേർക്കണം. ഓക്കെ. പിന്നെ എന്ത് ചെയ്യണം? റെയിനിങ്, മഴ പെയ്തപ്പോൾ, റെയിൻ വന്നപ്പോൾ റില്ല് ഏത് കളറായി? പച്ച കളറായി, ഗ്രീൻ കളറായി. അപ്പോൾ റിലീസ് ഗ്രീൻ എഗൈൻ, അതിലോട്ട് ഇനി വരച്ച് ചേർക്കണം. റിലീസ് ഗ്രീൻ എഗൈൻ. റില്ലിന് വീണ്ടും പച്ച കളറായി. വരച്ച് ചേർക്കാമല്ലോ. വരച്ച് ചേർത്തോ? അപ്പോൾ നിങ്ങളെല്ലാം ആരോ ഇടുമല്ലോ. മനസ്സിലായല്ലോ. ഈവൻസുകളെല്ലാം തമ്മിൽ കണക്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. ഓക്കെ. അപ്പോൾ ടീച്ചറിൻ്റെ ക്ലാസ്സുകൾ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. അതോടൊപ്പം തന്നെ നമ്മുടെ ഇംഗ്ലീഷിലെ 1ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ 2ാമത്തെ ചാപ്റ്ററും 3ാമത്തെ ചാപ്റ്ററും വീഡിയോ ക്ലാസ്സസ് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ അതിൻ്റെ ആക്ടിവിറ്റീസ് ബുക്കിലെ ഫുൾ ആക്ടിവിറ്റിയും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതെല്ലാം നിങ്ങൾക്ക് കാണാവുന്നതാണ്. അതുപോലെ 1ാം ക്ലാസ്സിലെ മലയാളത്തിലെ 4ാമത്തെ ചാപ്റ്റർ മുതൽ 6ാമത്തെ ചാപ്റ്റർ വരെ ഉള്ളതും ചെയ്തിട്ടുണ്ട്. അത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.